വിശദമായി നോക്കാം. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ലോക്ഭവനിലെത്തി രാജിക്കത്ത് ഗവർണറുടെ സെക്രട്ടറിക്ക് കൈമാറി. ഹൈക്കമാൻഡ് നിർദ്ദേശം അനുസരിച്ചാണ് രാജിയെന്ന് സിദ്ധരാമയ്യ പറഞ്ഞു. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുൻ ഖർഗെയ്ക്കും നന്ദി പറഞ്ഞ സിദ്ധരാമയ്യ വാഗ്ദാനം ചെയ്ത രാജ്യസഭാ സീറ്റ് വേണ്ടെന്നും MLA ആയി സംസ്ഥാന രാഷ്ട്രീയത്തിൽ തുടരുമെന്നും വ്യക്തമാക്കി. ನಾನು ರಾಷ್ಟ್ರ ರಾಜಕಾರಣದಲ್ಲಿ ನನಗೆ ಆಸಕ್ತಿ ಇಲ್ಲ, ರಾಜ್ಯ ರಾಜಕಾರಣದಲ್ಲೇ ಇರ್ತೀನಿ ಅಂತ ಹೇಳಿದ್ದೀನಿ. ನನಗೆ ಇನ್ನ ಜನ ಆಯ್ಕೆ ಮಾಡಿರೋದು ನನಗೆ 5 ವರ್ಷಕ್ಕೆ ಇನ್ನ 2 ವರ್ಷ ಇದೆ. ಅಲ್ಲಿವರೆಗೆ ಕರ್ನಾಟಕದ ಜನರಿಗೆ, ಜನಗಳ ಪರವಾಗಿ ಮತ್ತು ನಮ್ಮ ಕ್ಷೇತ್ರದ ಜನಗಳ ಪರವಾಗಿ ನಾನು ಈಗಾಗಲೇ ಹೇಳಿದ್ದೀನಿ, ಐ ವಿಲ್ ಕಂಟಿನ್ಯೂ ಇನ್ ಆಕ್ಟಿವ್ ಪಾಲಿಟಿಕ್ಸ್. ನಾನು ಕೋಮು ಶಕ್ತಿಗಳ ವಿರುದ್ಧ ಹೋರಾಟ ಮಾಡ್ತೀನಿ ಅಂತ ಹೇಳಿದ್ದೀನಿ. ರಾಜಕೀಯ ಪಾತ್ರ കർണാടകയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി എന്ന അംഗീകാരത്തോടെയാണ് സിദ്ധരാമയ്യയുടെ പടിയിറക്കം. സിദ്ധരാമയ്യ ഇന്ന് ഡൽഹിയിലെത്തും. DK ശിവകുമാറിന് കർണാടക മുഖ്യമന്ത്രിയാകും. PR കാർത്തിക് ഉണ്ട് വിശദാംശങ്ങളുമായി. കാർത്തിക്, ദേശീയ രാഷ്ട്രീയത്തിലേക്കില്ല, MLA ആയി തുടരും. ഇതാണ് സിദ്ധരാമയ്യയുടെ പ്രഖ്യാപനം. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഹൈക്കമാൻഡ് ആവശ്യപ്പെടുന്നു. രാജ്യസഭാ സീറ്റ് വേണ്ടെന്ന് വെക്കുന്നു. സമ്പൂർണ്ണ അഴിച്ചുപണിയിലേക്ക് തന്നെ നീങ്ങുമല്ലേ? ഹരി, കർണാടക കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ 8 മാസത്തോളമായി നിലനിന്നിരുന്ന അനിശ്ചിതത്വങ്ങൾക്കും അതോടൊപ്പം തന്നെ അണിയറ രാഷ്ട്രീയ നീക്കങ്ങൾക്കും ഒരു പരിസമാപ്തിയായിരിക്കുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചിരിക്കുന്നു. അല്പം മുൻപ് ലോക്ഭവനിലെത്തിയാണ് സിദ്ധരാമയ്യ രാജിക്കത്ത് കൈമാറിയത്. ഗവർണറുടെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറിക്കാണ് ഈ രാജിക്കത്ത് കൈമാറിയത്. ഇന്ന് വൈകിട്ട് 6:30 ഗവർണർ കർണാടകയിൽ തിരിച്ചെത്തും. അദ്ദേഹം തിരിച്ചെത്തിയാൽ ഈ രാജി അംഗീകരിക്കുന്ന സാങ്കേതിക നടപടിക്രമം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. DK ശിവകുമാറിനൊപ്പമാണ് സിദ്ധരാമയ്യ ലോക്ഭവനിലെത്തി രാജിക്കത്ത് കൈമാറിയത്. ഇതിനുശേഷം ഒരു വാർത്താ സമ്മേളനവും സിദ്ധരാമയ്യ നടത്തി. വളരെ വൈകാരികമായ ഒരു വിടവാങ്ങൽ പ്രസംഗത്തിന് സമാനമായ ഒരു വാർത്താ സമ്മേളനമാണ് അദ്ദേഹം നടത്തിയത്. പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് കഴിഞ്ഞ കാലയളവിലെ ഭരണ നേട്ടങ്ങൾ, ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ ദേശീയ നേതാക്കൾക്ക് നന്ദി പറയുകയും ചെയ്തു സിദ്ധരാമയ്യ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ. പ്രത്യേകിച്ച് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, ഖർഗെ അടക്കമുള്ളവർക്ക് നന്ദി പറഞ്ഞു. കഴിഞ്ഞ കാലയളവിൽ, അദ്ദേഹത്തിൻ്റെ കാലയളവിൽ ഉണ്ടായ ഭരണ നേട്ടങ്ങൾ, നേരത്തെ നൽകിയ ഗ്യാരണ്ടികൾ, വാക്ക് പാലിച്ചുകൊണ്ട് നടത്തിയ കാര്യങ്ങൾ, പദ്ധതികൾ, ഇതൊക്കെയാണ് സിദ്ധരാമയ്യ വിശദീകരിച്ചത്. ചില രാഷ്ട്രീയ മറുപടികൾ കൂടി സിദ്ധരാമയ്യ ഈ വാർത്താ സമ്മേളനത്തിൽ നൽകി എന്നതാണ് ഏറ്റവും നിർണായകം. സിദ്ധരാമയ്യെ മുഖ്യമന്ത്രി സ്ഥാനത്ത് 2.5 വർഷവും അടുത്ത 2.5 വർഷം DK ശിവകുമാർ എന്ന നിലയിലായിരുന്നു കർണാടകയിൽ 2023 അധികാരം കിട്ടിയപ്പോൾ ഉണ്ടാക്കിയ ഫോർമുല. എന്നാൽ 3 വർഷത്തോളമായിരിക്കുന്നു സിദ്ധരാമയ്യ ഭരണത്തിൽ. കഴിഞ്ഞ 8 മാസത്തോളമായി അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള സജീവ ശ്രമങ്ങൾ DK ക്യാമ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതാണ് ഒടുവിൽ ഫലം കണ്ടതും. എന്തായാലും ഈ രാജിവെച്ച സിദ്ധരാമയ്യയെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോയി പുതിയ ചുമതലകൾ ഏൽപ്പിക്കാനാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം സജീവമായി ആലോചിച്ചത്. ചൊവ്വാഴ്ച രാഹുൽ ഗാന്ധിയുമായി ഏതാണ്ട് 50 മിനിറ്റോളം നീണ്ട ചർച്ചയിലും രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ഓഫർ കർണാടകയിൽ നിന്ന് രാജ്യസഭയിലേക്ക് സിദ്ധരാമയ്യ വരണം. ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു OBC വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് എന്ന, തലപ്പൊക്കമുള്ള ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാനായിരുന്നു ഹൈക്കമാൻഡ് കണക്ക് കൂട്ടിയത്. പക്ഷേ രാജിവെച്ച ശേഷമുള്ള ഈ വാർത്താ സമ്മേളനത്തിൽ സിദ്ധരാമയ്യ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നു, രാജ്യസഭയിലേക്കില്ല, ദേശീയ രാഷ്ട്രീയത്തിലേക്കില്ല. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള ഒരു, രാജ്യസഭയിലേക്ക് എത്താനുള്ള ഓഫർ ഉണ്ടായിരുന്നു. ആ ഓഫർ വളരെ വിനയപൂർവ്വം നിരസിക്കുന്നു. ഇനി 2 വർഷം കൂടി തനിക്ക് MLA ആയി കാലാവധി ബാക്കിയുണ്ട്. കർണാടക രാഷ്ട്രീയത്തിൽ തന്നെ തുടരാനാണ് താല്പര്യം എന്നുകൂടി സിദ്ധരാമയ്യ ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു. അതാണ് ഏറെ നിർണായകം. അല്പസമയത്തിനകം തന്നെ ചാർട്ടേഡ് വിമാനത്തിൽ സിദ്ധരാമയ്യ ഡൽഹിയിലെത്തും. തുടർ ചർച്ചകൾ ദേശീയ നേതൃത്വവുമായി നടത്തും. സ്വാഭാവികമായും ഇനി മുന്നിലുള്ളത് പുതിയ ക്യാബിനറ്റാണ്. DK ശിവകുമാർ കർണാടകയുടെ മുഖ്യമന്ത്രിയായി എത്തും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. അതിൽ തീരുമാനമായിരിക്കുന്നു. DK ശിവകുമാർ മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകും, സിദ്ധരാമയ്യയുടെ കുടുംബാംഗങ്ങൾ ആരൊക്കെ, അവർക്ക് ഏതൊക്കെ മന്ത്രിസ്ഥാനങ്ങൾ ലഭിക്കും, അവർക്ക് ക്യാബിനറ്റ് പ്ലേസ്മെന്റ് ഉണ്ടാകുമോ, ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് തീരുമാനം ഉണ്ടാകേണ്ടത്. മാത്രമല്ല PCC അധ്യക്ഷൻ്റെ ഒരു ഒഴിവ് കൂടി വരും. അത്തരം എന്ത് ഉപാധികളാണ് സിദ്ധരാമയ്യ ദേശീയ നേതൃത്വത്തിന് മുന്നിൽ വച്ചിരിക്കുന്നത് എന്നതും ഏറെ നിർണായകമാണ്. എന്തായാലും 2 വർഷം മാത്രമാണ് ഇനി DK ശിവകുമാറിന് മുന്നിൽ ബാക്കിയുള്ളത്. ഈ 2 വർഷത്തെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ കൂടി
ഒരു ഭരണപാഠവും ഒപ്പം മികച്ച പ്രതിച്ഛായയും ബോധ്യപ്പെടുത്തേണ്ടത് കൂടിയുണ്ട് DK ശിവകുമാറിന്. അങ്ങനെ ഒരു വെല്ലുവിളി കൂടി അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് ഈ രാജി സമർപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യ നടത്തിയ അവസാന നീക്കവും ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്, ശ്രദ്ധേയമാണ്. അതായത് കർണാടകയിലെ ബാക്ക്വേർഡ് കമ്മീഷൻ കാസ്റ്റ് സെൻസസുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. കഴിഞ്ഞ നവംബർ 2025 തന്നെ ഈ റിപ്പോർട്ട് തയ്യാറായിരുന്നതാണ്. പക്ഷേ മുഖ്യമന്ത്രി ഇത് സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് ഈ രാജി സമർപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് ഈ റിപ്പോർട്ട് കൂടി സ്വീകരിച്ചാണ് സിദ്ധരാമയ്യയുടെ പടിയിറക്കം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സ്വാഭാവികമായും കർണാടക രാഷ്ട്രീയം സാമുദായിക സമവാക്യങ്ങളടക്കം പല ഘടകങ്ങൾ കൊണ്ട് നിർണായകമാണ്. ലിംഗായത്ത് സമുദായമാണ് പ്രബല സമുദായം. ഒക്കലിംഗ സമുദായത്തിൽ നിന്നുള്ള നേതാവാണ് DK ശിവകുമാർ. അദ്ദേഹത്തിന് മുന്നിലേക്ക് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ടുള്ള ഒരു കാസ്റ്റ് സർവേ റിപ്പോർട്ട് കൂടി എത്തിയിരിക്കുന്നു. അത് നടപ്പാക്കാനുള്ള ബാധ്യത DK ശിവകുമാറിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ പല രാഷ്ട്രീയ നീക്കങ്ങളും നടത്തിയാണ് സിദ്ധരാമയ്യയുടെ പടിയിറക്കം എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് സിദ്ധരാമയ്യ വ്യക്തമാക്കിയിരിക്കുന്നു. കർണാടക രാഷ്ട്രീയത്തിൽ തുടരും എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നു. കർണാടകയിൽ 8 വർഷക്കാലം, അതായത് ആദ്യ കാലയളവിൽ 5 വർഷക്കാലം പൂർത്തിയാക്കിയ കോൺഗ്രസ് മുഖ്യമന്ത്രി എന്ന പ്രത്യേകതയും ഒപ്പം 3 വർഷം ഈ കാലയളവിൽ മെയ് 2023 മുതൽ ഇന്ന് വരെ അങ്ങനെ കർണാടകയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നു എന്ന അംഗീകാരത്തോടു കൂടിയാണ് സിദ്ധരാമയ്യ പടിയിറങ്ങുന്നത് എന്നതും ശ്രദ്ധേയമാണ്. കർണാടകയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നു സിദ്ധരാമയ്യ പടിയിറങ്ങുകയാണ്. ഇനി DK ശിവകുമാർ അടുത്ത 2 വർഷം കർണാടക മുഖ്യമന്ത്രിയാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.